നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷ എവിടെയാണ്? അങ്ങനെ ഒരു അമ്പലമുണ്ട്. അപ്പൊ അമ്പലം വന്നിട്ട് രാഹുകേതു എന്ന് പറയും. രാഹുകേതുവിന്റെ ദോഷം മാറ്റാനായിട്ട് അവിടെ പോകുന്നുണ്ട്. അവിടെ അതാണ് അമ്പലം. സാധാരണയായിട്ട് പാമ്പിന്റെ അമ്പലമാണ് അത്. പാമ്പിന്റെ രൂപമാണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെയൊക്കെ ഒരു സാധാരണ ഗ്രാമമാണ്. ഗ്രാമത്തിനകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ സമയം ഏകദേശം 12 തൊട്ട് 1:30 വരെ രാഹുകാലം. അപ്പൊ ആ സമയത്ത് പ്രത്യേക പൂജയൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളും പങ്കെടുക്കാനായിട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വലിയ വീടൊന്നുമില്ല ഇവിടെ. മൊത്തം കൃഷിയിടം മാത്രമേ ഉള്ളൂ. വേലിയിട്ടേക്കും മൊത്തം അല്ലേ? തെങ്ങും തോപ്പ്, പിന്നെ കപ്പയല്ലേ ചേട്ടാ? അത് കപ്പയാന്ന് തോന്നുന്നു. ഇവിടെ ഒരു വീടുണ്ടല്ലോ, അടിപൊളി വീടാ. ഈ വീട്ടുകാരുടെ ആയിരിക്കും മിക്കപ്പോഴും ഈ കാണുന്ന സ്ഥലങ്ങൾ മൊത്തം കിടക്കുന്നതൊക്കെ. ഇപ്പൊ നാട്ടുപ്രദേശം, വലിയൊരു നാട്ടുപ്രദേശം. ഒരു കരിമ്പ്, കരിമ്പൊക്കെ ഉണ്ട്. അമ്പലം എത്തിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ പാർക്കിംഗ് ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഇത്രയ്ക്ക് മരത്തിന്റെ താഴെ എവിടെയും കൊണ്ടിടാം. ഏതാണ് അമ്പലം? അവിടെ. അപ്പൊ നമ്മള് അവിടെ വെളിയിൽ ഇറങ്ങിയിട്ട് എടുക്കാം അല്ലെ? ഞങ്ങളിപ്പോ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഏതമ്പലം സംബന്ധിച്ചത്? അമ്പിക്കലെ അയ്യൻ കോവിൽ, കോന്തപ്പാടിയുടെ അടുത്ത്. ഈ റോഡില് കോന്തപ്പാടിയുടെ ഇടയ്ക്കുള്ള അമ്പലമാണ്. അതെ. നമ്മൾ ഈ അമ്പലത്തിൽ വന്നേക്കാം. അപ്പൊ ഇപ്പൊ ഏകദേശം സമയം 11:30 ആയിട്ടുണ്ട്. 12 തൊട്ട് 1:30 വരെയാണ് രാഹുകാലം. ആ സമയത്ത് ഇവിടെ പ്രത്യേക പൂജയുണ്ട്. എപ്പോഴും അതെ, ദിവസം ഏത് സമയത്താണ് രാഹുകാലം ഉള്ളത് ആ സമയത്താണ് ഇവിടെ പൂജയുള്ളത്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു സർപ്പത്തിന്റെയൊക്കെ ഒരു അമ്പലം അതുപോലെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം. സന്തോഷം. തമ്പിക്കല അയ്യൻ അമ്പലം, കോവിൽ. കോവിൽ എന്നാണ് തമിഴിൽ പറയുന്നത്. ഇന്നത്തെ ദിവസം തിരക്കൊന്നുമില്ല. ഇതാണ് കണ്ട. അതിനെ തുടങ്ങുന്നത് തന്നെ ഇവിടെ ഒരു സർപ്പത്തിന്റെ പുറ്റും ഒക്കെ ആയിട്ടുണ്ട്. ഒരു ആൽമരത്തിന്റെ ചോട്ടില് നമ്മളിവിടെ അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ. അപ്പുറം ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ പൂജയല്ല, സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് പൂജ ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല. എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. ഷെഡ് ഇട്ടേക്കുന്നതുകൊണ്ട് വെയിലിന് കൊള്ളാതിനൊരു ആശ്വാസമുണ്ട്. ഇതാണ് ശരിക്കും അമ്പലം. അമ്പലത്തിന്റെ ആഘോഷം ഇനി അകത്ത് നമ്മൾ പോയിട്ടില്ല അല്ലേ? ചുറ്റം ഒരു തേര്, ഇവിടെ തേരുണ്ട്. പിന്നെ ഇവിടെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ദീപം വെക്കണം അല്ലേ? അയ്യന്, ദുർഗയ്ക്ക്. അയ്യന് 11 ദീപം, ദുർഗയ്ക്ക് 9 ദീപം, രാഹുകേതുവിന് 21 ദീപം, രാഹുദോഷം മാറ്റാനായിട്ട് 21 ദീപം, രാഹു അതെന്നാണ് എനിക്ക് വായിക്കാറില്ല. തിശി 21, സർപ്പദോഷം 48, കാലസർപ്പദോഷം 21, കാലത്തിരദോഷം 108, തിരുമണ തട എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം നടക്കാത്തതിനുള്ള 21. അതിന് പുത്തിര ബാക്കി എന്ന് വെച്ചാൽ കുട്ടികൾക്കുണ്ടാകാനായിട്ടുള്ളത് 51 ദീപം. ഇങ്ങനെയാണ്. കുറച്ച് സമയം 5 മിനിറ്റ് കൂടെ ഉണ്ട്. തീവന്തിരിക്കുകയാണ്. ഇതാണ് അമ്പലത്തിന്റെ ഉൾവശം.
ആർട്ടിഫിഷ്യലായിട്ടൊക്കെ. കുറച്ച് പ്രാവുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇന്ന് ഞങ്ങൾ നല്ലപോലെ രക്ഷപ്പെട്ടു കേട്ടോ. ആൾക്കാരേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തൊഴാൻ പറ്റി. അല്ലെങ്കിൽ ക്യൂ നിന്ന് വേണം പോകാനായിട്ട്. ഇവിടെ എന്തോ ഇങ്ങനെ കണ്ടോ, ഒരു ഭഗവാനും ഭസ്മം, ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര ആചാരങ്ങളാണ്. എനിക്കിതിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. ഇതെല്ലാം നാഗത്തിൻ്റെയാണ് കൂടുതലായിട്ടുള്ളത്. ഓരോരോ മുദ്ര, ജ്ഞാനമുദ്ര, അഭയാന വായുമുദ്ര, സൂര്യമുദ്ര മൂന്നാമത്തെ, നാലാമത്തെ വർണ്ണമുദ്ര, മാതംഗിമുദ്ര, വായുമുദ്ര. ഓക്കെ, അതിനൊക്കെ വല്ല അറിയാവോ? ധ്യാനം ചെയ്യുമ്പോൾ ഏത് മുദ്ര വെച്ചാണ് ഇതിനൊക്കെ ചെയ്യുന്നത് നല്ലതെന്നാണ്. അങ്ങനെ കുറെ ഇതിനോടനുബന്ധിച്ചാണ്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇവിടെ പ്രതിമകൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഉണ്ട് പ്രതിമകളുമുണ്ട്, ചിതൽപുറ്റ്, അതുപോലെ തന്നെ ഒരു ഇതെന്നെ സന്തോഷമായിട്ട് ഇതിൽ ആരോ ഇങ്ങനെ ഒരു വ്യക്തി എങ്ങാണ്ടല്ലേ ഇത് നിർത്തിയേക്കുന്നേ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുണ്ട് ഇവിടെ കുറേ പ്രതിമകള്, കാള, മാന, പട്ടികളും ഒക്കെ ഉണ്ട്. ശരിക്കും ഇതൊരു ശിവസന്നിധിയാട്ടോ. അകത്ത് ശിവനെന്നാ പറയുന്നത്. പ്രത്യേക രൂപത്തിലുണ്ടോ, മുകൾഭാഗം കണ്ടോ, ഇതുപോലെ കാല് പൊള്ളിയിട്ട് നിൽക്കാൻ പറ്റണില്ല. അയ്യോ പക്ഷി. ഇവിടെ എല്ലാം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എല്ലാം ദൈവസന്നിധി, ദൈവം ഇരിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാട്ടോ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. കുറേ ബൊമ്മകളുണ്ട്. ബൊമ്മ മീൻസ് പ്രതിമകൾ. ദൈവത്തിന്റെ രൂപങ്ങളും നിറയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇവരുടെ കുറേ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല കേട്ടോ. എല്ലാം ഈശ്വരന്റെ ഓരോ അവതാരങ്ങൾ. ചേട്ടാ ഇതെന്നാ ചേട്ടാ ഇത്രയും പ്രതിമകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു വെച്ചേക്കുന്നത്? കൊച്ചുങ്ങളുടെ പ്രതിമ വെച്ചിരിക്കണ കണ്ടപ്പം എനിക്ക് തോന്നുന്നത് വന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ച് കൊച്ചുങ്ങളുണ്ടായപ്പോൾ ഇല്ല കൊച്ചുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവർ കൊണ്ടുവന്ന പ്രതിമ വെച്ചതാണോ അങ്ങനെയാണ്. ഓ ശരി ശരി. ഒന്നെങ്കിൽ കൊച്ചുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കൊച്ചുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. ഓക്കെ ഓക്കെ. അതിൽ കുറേ ഉണ്ടല്ലോ, ഒരു സൈഡിലൊന്നുമല്ല, നിറയെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ട്. വൈകിട്ട് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുണ്ടോ അവിടെ അങ്ങേറ്റതൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. എന്താ ചേട്ടാ എടുത്ത് പുതിയത് വരുമ്പോഴത്തേക്കും എല്ലാം മാറ്റി വെക്കുന്നുണ്ട്. ഇതാണ് ദോഷം. ഇതുകൊണ്ട് ദോഷം മാറുന്നതിന് മാലയൊക്കെ ഇട്ട് കാണാൻ പറ്റുമെന്നറിയില്ല. ഇപ്പോഴേ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ വരുന്ന കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നിറയെ ആൾക്കാർ വരുന്നുണ്ട് അല്ലേ എന്താ ചേട്ടാ? അപ്പം ഞങ്ങൾ വീട്ടിൽ ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.